പഞ്ചഗുസ്തി മത്സരം നടത്തി. അപ്പോൾ അനുസൃതാൻ പറയുന്നത് 30 ആൾ അപ്പുറത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. നാം പരിചയപ്പെട്ട റസൂല ശക്തനാണ്, ഉശിരനാണ്, നടുവിടുന്ന് നടക്കുന്ന ആളല്ല, നല്ല നെഞ്ചു വിരിച്ച് നടക്കുന്ന ആളാണ് മുഹമ്മദ് റസൂൽ. ആ ഉഷാറ് കാണണ്ടേ നമുക്കും. ചിലപ്പോഴൊക്കെ നടന്നു വരുമ്പോൾ 70 ആൾ നടന്നു വരികയാണോ എന്ന് തോന്നിപ്പോകും. 70 ആളൊക്കെ നടന്നു വരികയാണോ എന്ന് തോന്നിപ്പോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട നമ്മളിങ്ങനെ ഒടിഞ്ഞു നിങ്ങൾ ജുമാക്കൊക്കെ പള്ളിയിൽ വന്ന് ഖുതുബ തുടങ്ങും, പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. കാമത്ത് കൊടുത്ത് ആരും വിളിക്കണം. ലഈഫ് തന്നെയാണ് നമ്മളല്ലേ. നേതാവോ ശക്തനാണ്, കൂടുതൽ ശക്തനാണ്. ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ആൾ പിന്നെ മൂപ്പറ നിഴൽ കണ്ടാൽ പേടിക്കുന്ന. നമ്മളൊക്കെ പള്ളിൻ്റെ മുമ്പിൽ എന്നിട്ട് ചില വമ്പന്മാർ വീമ്പളക്കുന്നത് എൻ്റെ നിഴലിൻ്റെ അടുത്തൊന്നും നിൽക്കൂല. കേട്ടിട്ടില്ല? എൻ്റെ നിഴൽ കണ്ടെടുത്തോന് നിൽക്കൂലാണ്. ഇതാരുടെ വിഷയത്തിൽ സത്യമായിരുന്നു? ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ സത്യമാണ്. ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരാൾ അലി റളിയല്ലാഹു തആല അൻഹു നിഴൽ കണ്ടാൽ പേടിക്കും. നിഴലിന് പോലും ഒരാളെ ഭയപ്പെടുത്താനുള്ള കഴിവുണ്ട്. എത്ര ഉശിരുള്ള ശരീരമായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെതെന്നാ ചരിത്രം. അതുകൊണ്ടാ ഹൈബർ കോട്ടയുടെ വാതിൽ 70 ആൾ പൊക്കേണ്ട ഒരു വാതിൽ ഇടത് കൈകൊണ്ട് നൊടിയുടെ നേരം കൊണ്ട് പറിച്ചെടുത്ത് ശത്രുവിൻ്റെ വാൾത്തലപ്പിനെ തടുക്കാൻ പറ്റിയത്. അത്ര ശക്തിയുള്ളവരാണ് നമ്മൾ. ബദറിൽ സത്യത്തിൽ സംഭവിച്ചെന്താ? സഹാബത്തുൽ കിറാമിൻ്റെ കണ്ണിൽ നിന്നും നിർഗളിച്ച പ്രകാശം കണ്ട് പേടിച്ചു എന്നുള്ളതാ. ശത്രുക്കൾക്ക് ആദ്യത്തെ അറ്റാക്ക് എവിടുന്നാ? സഹാബത്തിൻ്റെ കണ്ണിൽ നിന്ന്. ബദറിൻ്റെ ആരോഗ്യ സയൻസ് പഠിക്കണം, ആരോഗ്യശാസ്ത്രം പഠിക്കണം. എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സംഘത്തിന് വലിയൊരു സംഘത്തെ കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും കഴിഞ്ഞത്? ചില ആൾ നമ്മളെ കണ്ടാൽ തന്നെ പേടിക്കണം എന്നാണ്. ഞാൻ സാധാരണ ചെറുപ്പക്കാരൊക്കെ ക്ലാസ് പറയുന്നത്, പേടിക്കേണ്ട ആൾ നമ്മളെ കണ്ടാൽ പേടിക്കണം, ഒച്ച അനക്കേണ്ടി വരരുത്. അപ്പം ശാരീരിക ക്ഷമത, ശക്തി, ബലവാന്മാർ. ഇപ്പോൾ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. മനുഷ്യവർഗത്തെയോ ജിന്ന് വർഗത്തെയോ നാം പഠിച്ചിട്ടേ ഇല്ല നമ്മെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ആരാധിക്കാൻ വേണ്ട ഒരു ഗുണം എന്താ? ആരോഗ്യമാണ്. വവഫഖനാ ഫീഹി ലിസ്സിയാമി, എന്തിനാണ് നിങ്ങൾ റജബിൽ ദ്വാരക്കണ്? രോഗപ്രതിരോധ ശേഷി കൂടുന്ന മാസമാണ് റജബ് മാസം. രോഗം ശിഫയാകുന്ന മാസമാണ് ഷഅബാൻ. മരിച്ചുപോയ മഹാനായ സയ്യിദ് ഹാഷിം സ്വദരി, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, മലേഷ്യയിൽ സാധാരണ ഓങ്കോളജിയിൽ അലോപ്പതി സിസ്റ്റപ്രകാരം ക്യാൻസർ രോഗത്തിൽ ഡബിൾ ബിരുദമുള്ള മഹാപ്രതിഭയായിരുന്നു സയ്യിദ് ഹാഷിം സ്വദരി. പക്ഷേ സ്വന്തം ശരീരത്തിന് ക്യാൻസർ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ബേജാറിലായി മുസാഫിറായി അദ്ദേഹം. ചില ആൾ അങ്ങനെയാണല്ലോ, നാട്ടിൽ പ്രയാസമാകുമ്പോൾ മുസാഫിറാവും, കെട്ടുകൊടുത്തിട്ട് പിന്നെ പള്ളികളിലൂടെ യാത്ര ചെയ്യും. എന്നതുപോലെ ഈ സയ്യിദ് ഹാഷിം സ്വദരി എന്ന ഡബിൾ ഓങ്കോളജിസ്റ്റ് തൻ്റെ ക്യാൻസർ രോഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയുമായി ഇങ്ങനെ പോവാ. അപ്പോഴാ ഒരു പള്ളിയിലൊരു ഇമാമിനോട് സങ്കടം പറഞ്ഞ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഈ ആയത്തോതിയിട്ട് കൗൺസിലിംഗ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി ശിഫയായി. ഡോക്ടർ മഹാതീർ മുഹമ്മദ് അദ്ദേഹത്തിന് തിബ്ബുൻ നബവി പ്രകാരം ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ മലേഷ്യയിൽ വെച്ചു കൊടുത്ത ചരിത്രമുണ്ടായത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഉശിരുള്ളവരാകണം. അതിനെന്ത് വേണം? എന്താണ് തിന്നേണ്ടത് എന്നറിഞ്ഞ് തിന്നണം. എന്താണ് വഷ്റബു, കുടിക്കണം, എന്തു കുടിക്കണം, എത്ര അളവിൽ കുടിക്കണം. എന്നിട്ട് വലാ തുസ്രിഫു, തിന്നുന്നതിലും കുടിക്കുന്നതിലും അമിതമാവരുത്. വലാ തുസ്രിഫു. ഈ വലാ തുസ്രിഫു എന്നതാണ് പ്രതിരോധ ശാസ്ത്രം, ഇമ്മ്യൂണൈസേഷൻ. ഒരു ആർട്ടിഫിഷ്യലായ ഇമ്മ്യൂൺ പവർ ഉണ്ടാക്കണ മെഡിസിൻ്റെ ആവശ്യം മനുഷ്യ ശരീരത്തിനുണ്ടോ ഇല്ലേ? ഇസ്ലാമിക സമൂഹം പറയണ ഇല്ലയെന്ന്. ആർട്ടിഫിഷ്യലായ ഒരു മെഡിസിൻ കുത്തിവെച്ച് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കേണ്ട ആവശ്യം ശരീരത്തിൽ അയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധമായ റൂഹ് കൊണ്ട് നാം അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞ കലാം നമ്മുടെ കയ്യിലാണ് ഉള്ളത്, ഖുർആൻ നമ്മുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നിരാകരിക്കുന്നു. അപ്പം ഇമാമുനാ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, രോഗം രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. മാനസിക രോഗം വരാതിരിക്കാൻ എന്താ വേണ്ടതെന്ന്. ഇസ്ലാമിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഭ്രാന്ത്, മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ശൈത്വാനിയത്തിൻ്റെ ഷർറ, ശൈത്വാനുമായി ബന്ധപ്പെട്ട ബാധയാണ് മാനസിക രോഗം. സൈക്കാട്രി ലെവലിൽ മെഡിസിൻ കഴിച്ചാൽ വിട്ടുപോകുന്ന രോഗമല്ല ഈ പറയുന്ന രോഗം. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഖുർആനിക വീക്ഷണത്തിൽ ശൈത്വാനിയത്തിൻ്റെ ഷർറാണ്. അതിനൊരായത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്ന ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം, ഇത് രണ്ടിലും നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത്.
വെല്ലുമ്മ ഉറങ്ങണ മണ്ണാണിത്. ജിദ്ദയാണ്, ജദ്ദത്ത് അല്ലേ, വെല്ലുമ്മ ഉറങ്ങണ മണ്ണാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ, വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ രോഗി നമ്മുടെ വെല്ലിപ്പ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. സ്വർഗ്ഗലോകത്ത് കാണുന്ന പഴങ്ങളും മറ്റൊക്കെ നിങ്ങൾക്കുള്ളതാണ്, കഴിക്കാം, അരുവികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്ത് പറഞ്ഞു? ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? വലാ തഖ്റബ ഹാദിഹി ഷജറ, ആ മരം കൊള്ള നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തുള്ള ഭക്ഷണത്തിൽ അള്ളാഹു ഒരു അതിർത്തി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് ഭക്ഷണത്തിൽ അതിർത്തി തന്നിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശൈലിയാണെന്ത്? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. 1, ഭക്ഷണത്തിൻ്റെ ഗുണം ശ്രദ്ധിക്കും. നല്ല ഗുണമുള്ള ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കും. 1. രണ്ടാമത്തത്, ഭക്ഷണത്തിന് മുമ്പ് 2 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശോധിക്കും. 1 ഫിഖ്ഹും മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസുമാണ്. നമ്മൾ ആരിത് ശ്രദ്ധിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. 1 അതിൻ്റെ ഫിഖ്ഹ്, മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസ്. ഇതെൻ്റെ ശരീരത്തിന് പറ്റുന്നതാണോ അല്ലേ? ഇത് സദക്കയുടെ മുതലാണോ, സക്കാത്തിൻ്റെ മുതലാണോ, ഹദിയയാണോ എന്ന് പരിശോധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ചരിത്രം പറയാറില്ലേ? ചായപ്പൊടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ വീട്ടിൽ ആരൊക്കെ വരുന്നതാണല്ലോ, അവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. വീട്ടുകാരിയോട് എന്താ പറഞ്ഞത്? ഈ ചായപ്പൊടി വേറെ തന്നെ വെക്കണം, വീട്ടിൽ വരുന്നവർക്ക് കൂടി ഉദ്ദേശിച്ച് കൊണ്ടുവന്ന ചായപ്പൊടിയാണ് നമ്മൾ കുടിച്ചേക്കരുത് എന്നതുപോലെ. എന്നത് ഏതിൽ നിന്നുണ്ടായതാണ്? കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ വാക്ക് ഏതിൽ നിന്നുണ്ടായതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? നമ്മൾ അങ്ങനെയൊന്നുമില്ല. ചേർന്ന് തിന്ന് നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം എന്നുള്ള സിദ്ധാന്തം എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. തിരിച്ച് കടിക്കാത്തതിനൊക്കെ കടിക്കുക എന്നുള്ള പരിപാടി നമ്മളിലാ വന്നത്. അള്ളാഹു അറിയില്ല അല്ലേ? തിരിച്ച് കടിക്കാത്തതിനൊക്കെ അങ്ങോട്ട് കടിക്കാം, അങ്ങനെയൊക്കെ പറയുന്ന ആളുണ്ട്. പക്ഷെ മുസ്ലിമിന് അത് പറ്റൂല എന്നുള്ളതാണ് ഈ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മുസ്ലിമിന് സക്കാഫത്തുൽ ഇസ്ലാമി, ഇസ്ലാമിക സംസ്കാരത്തിൽ അത് പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. കുലു, നിങ്ങൾ തിന്നണം, വഷ്റബു, നിങ്ങൾ കുടിക്കണം, വലാ തുസ്രിഫു, നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഇത് രണ്ടിലും അമിതം പ്രവർത്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല. മദീനയിൽ മുഖൈക്കിസ് രാജാവിൻ്റെ ഡോക്ടർമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തേ മദീനയിൽ രോഗികളില്ലാത്തത്? ബാങ്ക് കൊടുക്കണ്ടോ? എന്താണ് മദീനയിൽ രോഗികളില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല. വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ചില ആൻസറുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചോദിക്കാണ്ട് തന്നെ ചില ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാളിൽ രോഗം വരാത്ത ശരീരം സൃഷ്ടിക്കപ്പെടുന്നത് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. ആവശ്യമുള്ള ഭക്ഷണങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പഴങ്ങളാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ജീവിക്കാൻ വരുമ്പോൾ പഴങ്ങളുമായി വന്നു എന്ന് മുഹമ്മദ് റസൂൽ. മാതാവിൻ്റെ മുലപ്പാൽ കുടിക്കാത്ത കുട്ടിയാണ് ആര്? അങ്ങനെയാണ് ആദം അലൈഹിസ്സലാമിൻ്റെ ജന്മവും വളർച്ചയും. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാതാവിൻ്റെ മുലപ്പാലിന് വലിയ പങ്കുണ്ട്. ഇന്ന് മിക്ക സ്ത്രീകൾക്കും ഗുണമുള്ള പാലില്ല എന്നതാണ് കുട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളി. പീഡിയാട്രീഷ്യന്മാർ ഡോക്ടർ സ്പോക്സിനെ പോലെ കുട്ടികളുടെ രോഗവിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മുലപ്പാൽ പോലത്തെ വിഷയങ്ങളിൽ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ച ആളാണ് ഡോക്ടർ സ്പോക്സിനെ പോലുള്ള ആളുകൾ. ഗുണമുള്ള മുലപ്പാൽ സ്ത്രീകൾക്കില്ല, അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ അളവ് കുറവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴയ കാലത്തൊന്നും സ്ത്രീകൾ പറയാറില്ല മുലപ്പാലില്ല. ഇപ്പം വ്യാപകമായി സ്ത്രീകൾ പറയുന്ന ഒരു കേസാണ് മുലപ്പാൽ കുറവാണ്. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത്, 1 പ്രസവത്തോട് തൊട്ടടുത്ത സമയത്ത് ചെയ്യുന്ന ചില ഇഞ്ചക്ഷൻസ്, പിന്നെ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ചില ടാബ്ലറ്റ്സ്. ഈ 2 കാര്യങ്ങൾ സ്ത്രീയിലെ മുലപ്പാൽ വെറ്റിച്ചു കളയും. മുലപ്പാലില്ലാതൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് കൂടുതലാണ്. കേരളത്തിൽ സ്ത്രീകളിൽ 2 ക്യാൻസർ വർദ്ധിക്കുന്നു. ഒന്ന് ഗർഭാശയകള ക്യാൻസറാണ്, മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ്. പ്രസവം കുറഞ്ഞതും ബ്രസ്റ്റ് മിൽക്ക് ഫീഡിങ്, മുലപ്പാലൂട്ടൽ കുറഞ്ഞതുമാണ് പ്രധാന കാരണം. ഓങ്കോളജി വിദഗ്ധന്മാർ പറയുന്നത് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയകള ക്യാൻസറും തടയാൻ ഏറ്റവും എളുപ്പമുള്ള വഴി 18 വയസ്സിന് മുമ്പ് പ്രസവം ആദ്യത്തെ നടക്കട്ടെ എന്ന്. പക്ഷേ ഇന്ത്യയിൽ നടക്കില്ല, ഓസ്ട്രേലിയയിൽ പോകേണ്ടി വരും കല്യാണം നടത്തണമെങ്കിൽ. നടക്കുമോ? ആദ്യാരും ജയിലിലാവും, കെട്ടിച്ച് ഉപ്പിയും ജയിലിലാവും. പക്ഷെ 16 വയസ്സുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രകാരം ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ ഇന്ത്യയിൽ അനുവാദമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നടക്കാന്നുള്ളത്. എന്താണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അവസ്ഥ അല്ലേ? എന്താ പറയണത്, എന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞാൻ കുറേ ആലോചിച്ച വിഷയമാണ്. 16 വയസ്സുള്ളവരാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതം എന്നൊക്കെ അതിന് നല്ല ഭാഷ.